ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഇടാൻ മറക്കരുത്. അപ്പം ഇന്ന് നമ്മുടെ പുതിയ വർഷമൊക്കെ തുടങ്ങിയിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം. ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാം. ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പം രാവിലെ തന്നെ ഇടുക്കിയിലത്തെ പോലെ നമുക്ക് ധൃതി പിടിച്ച ജോലിയും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഫ്രീ ആണല്ലോ. അപ്പം അത് തന്നെ രാവിലെ കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കുളിച്ച് റെഡിയായി വന്നപ്പോൾ നമ്മുടെ സൂര്യൻ ഉദിച്ചു വന്ന ആ സമയമൊക്കെ ആയിട്ടുള്ളായിരുന്നു. അപ്പം നല്ലൊരു ചെറിയ ഇളം ചൂടും അതുപോലെ തന്നെ നല്ല മഞ്ഞൊക്കെ മാറി വരുന്ന സമയമായിട്ടുള്ളായിരുന്നു. നമ്മൾ ഇടുക്കിയിലെ പോലെ തന്നെയാണ് ഇവിടെയും കേട്ടോ. ചുറ്റും പാടമായതുകൊണ്ട് ഇവിടെയും വെളുപ്പിനെയൊക്കെ ആകുമ്പോൾ നല്ല മഞ്ഞാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി നവമീനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. നവമി തൻ്റെ ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. ഇനി നവമീനെ ഒന്ന് കുളിച്ച് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നവമീനെയൊക്കെ കുളിപ്പിച്ചു. ഞാനും പിന്നെ പോയി റെഡിയായി, ചുരിദാറൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് തന്നെ അമ്പലം. അപ്പം ഓട്ടം പിടിച്ച് അങ്ങനെയൊന്നും പോകണ്ട, ഇടുക്കിയിലത്തെ പോലെ ഇവിടെ പെട്ടെന്നങ്ങ് നടന്നങ്ങ് പോയച്ചാൽ മതി. അപ്പം നവമീനെ എന്താണ്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ 3 പേരുടെ ചേട്ടനെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി ഇനി അമ്പലത്തിലൊന്ന് പോകുമ്പോൾ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. അപ്പോൾ രാവിലെ ചെന്നതുകൊണ്ട് തന്നെ നമുക്ക് ത്രിമധുരമൊക്കെ പ്രസാദമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. പൂജ കഴിഞ്ഞതേ ഉള്ളായിരുന്നു ഞങ്ങൾ ചെല്ലുമ്പോൾ. അപ്പോൾ അത് നവമി പഴമൊക്കെ ഉള്ളതുകൊണ്ട് നവമിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇറങ്ങിയപ്പോഴേ വാശി പിടിച്ചു ഞങ്ങൾ രണ്ടുപേരോട്. പിന്നെ അവിടെ വഴിയിൽ നിന്ന് തന്നെ തിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഇതുണ്ട് നമ്മുടെ അമ്പലത്തിൻ്റെ ഒരു വ്യൂ ഒക്കെയാണ് ഈ കാണിക്കുന്ന വീഡിയോയിൽ. ചുറ്റും പാടാണ് കേട്ടോ, പാടത്തിൻ്റെ നടുക്കാണ് അമ്പലം ഉള്ളത്. അപ്പം അതൊക്കെ ഗുരുദേവൻ്റെ പ്രതിഷ്ഠയാണ്. ഇതാണ് ദേവിയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പം നേരത്തെ ഒരു കുഞ്ഞു പ്രതിഷ്ഠ മാത്രമുള്ളായിരുന്നു, കുഞ്ഞൊരു കോവിൽ പോലെ പണിതിട്ടുള്ളായിരുന്നു. ഇപ്പോഴാണ് ഇത്രയും വലിയ സംഭാവനകളും കാര്യങ്ങളൊക്കെ കിട്ടിയാണ് ഇത്രയും വലുതായിട്ട് അമ്പലം പണിതേക്കുന്നത്. അത് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ നവമി കാക്കേനെയൊക്കെ പൂച്ചേനെയൊക്കെ കണ്ടിട്ട് കിടന്ന് കാക്ക പൂച്ച എന്നൊക്കെ കിടന്ന് ഭയങ്കര വർത്താനവും കാര്യമൊക്കെയാണ് കേട്ടോ. കുറേ നേരം പിന്നെ തിണ്ണയിലിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നവമിക്ക് കഴിക്കാനുള്ള സമയമൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് പുട്ടും ഏത്തയ്ക്ക പുഴുങ്ങിയതുമായിരുന്നു. അപ്പം അത് നവമിക്ക് ഇച്ചിരിയൊക്കെ ഒരു വിധത്തിലൊക്കെ വാരിക്കൊടുത്തു. അവിടെ ഒട്ടും കഴിക്കത്തില്ല. ഇവിടെ പിന്നെ എപ്പോഴും ഓടി നടപ്പും കാര്യം ആയതുകൊണ്ട് വിശപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരിയൊക്കെ ആഹാരം കഴിക്കും കേട്ടോ. എന്നാലും ഭയങ്കര നിർബന്ധിച്ചൊക്കെ കഴിക്കണമെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് നവമിയുടെ മാമച്ചനാണ് കേട്ടോ. ഭയങ്കര നാളാണ് വീഡിയോയ്ക്കകത്തൊക്കെ വരട്ടെ. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാമെന്ന് പറയാതെ പുള്ളീനെ ഒന്ന് വിളിച്ചതാണ്. വീഡിയോ എടുക്കാമെന്ന് അറിഞ്ഞപ്പോൾ ആൾ ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു ഞങ്ങൾ. നല്ല ചീരത്തോരൻ, പാവയ്ക്ക അച്ചാർ, മത്തി വറുത്തത്, കക്ക റോസ്റ്റ്, പിന്നെ അതുപോലെ തന്നെ ചമ്മന്തി, മോരെല്ലാം കൂടെ പിടിച്ചൊരു പിടി പിടിച്ചു കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ